നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ അല്ല, ഗ്ലോബൽ CCTV ആൻഡ് അസോസിയേറ്റ്സ് ഞങ്ങളുടെ ഒരു സ്ഥാപനം കൂടിയാണ്. സ്ഥാപനം പുതിയതല്ല, സ്ഥാപനം 10-18 വർഷമായിട്ട് കാഞ്ഞിരപ്പള്ളിയിലുണ്ടായിരുന്ന സ്ഥാപനമാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ മേൽനോട്ടത്തിൽ നടത്തിക്കൊണ്ട് വരുന്ന ഒരു സ്ഥാപനമായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ അതൊരു പുതിയ ഷോറൂമിലേക്ക് മാറ്റി. കാഞ്ഞിരപ്പള്ളി തന്നെ ഉള്ളതാണ്. അപ്പം അതിനെപ്പറ്റി ഒന്ന് വെറുതെ ജസ്റ്റ് ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർ ഓർക്കുക, ഇപ്പോൾ ഇതോടെ വിട്ടിട്ട് ഇപ്പോൾ CCTVയുടെ പുറകെ പോയത്. നമ്മുടെ കുടുംബപരമായിട്ടുള്ളൊരു സ്ഥാപനമാകുമ്പോൾ കുടുംബക്കാരെയൊക്കെ ഒന്ന് അറിയിക്കണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. ഇല്ലേ CCTV എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ CCTV ഇപ്പം വീട്ടിലൊരു CCTV ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറയുമ്പോഴത്തേനും CCTV ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എന്തോ പെട്ടെന്ന് വിചാരിക്കുന്നത് ഇവർ നല്ല സ്ഥാപനമാണോ, നല്ല കമ്പനിയാണോ, ഇവരെ വിശ്വസിക്കാമോ, ഇവർ ആഫ്റ്റർ സെയിൽ സർവീസൊക്കെ തരുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കും. അപ്പം നമ്മളെടുക്കുന്നതന്നെ അതിന് ചെയ്തിരിക്കുന്ന അവരെവിടെയൊക്കെ ചെയ്തിരിക്കുന്ന അവരുടെ റെഫറൻസ് എടുക്കും അല്ലേ. അപ്പം ഞാൻ കുറച്ച് റെഫറൻസ് പറയാം. കുട്ടിക്കാനം മരിയൻ കോളേജ്, കാഞ്ഞിരപ്പള്ളി സറൗണ്ടിങ്സ് എല്ലാവർക്കും തന്നെ അറിയാവുന്ന സ്ഥാപനങ്ങളാണ് പറയുന്നത്, അത് പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. കുട്ടിക്കാനം മരിയൻ കോളേജ്, ആനക്കൻ്റെ സെൻറ് ആന്റണീസ് പബ്ലിക് സ്കൂള്, കാഞ്ഞിരപ്പള്ളി AKJ സ്കൂള്, മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റല്, ഇൻഫന്റ് ജീസസ് സ്കൂള്. എനിക്കറിയത്തില്ല കേട്ടോ, ഇവിടുന്ന് പറഞ്ഞു തരണേ. പിന്നില്ലേ എനിക്കറിയത്തില്ലെന്ന് പറയാൻ അറിയാം, നമ്മളുടെ തട്ടകമല്ലാത്ത കൊണ്ടേ അങ്ങനെ ഓർത്തിരിക്കത്തില്ല. പിന്നെ ഒത്തിരി കാഞ്ഞിരപ്പള്ളി നീരാക്കൽ ഇലക്ട്രിക്കൽസ്, കൊട്ടാരം ബേക്കറി, സെൻറ് ജോർജ് നയൻ ഓപ്റ്റിക്കൽസ്, ഇതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സ്ഥാപനങ്ങളായിട്ടോ. മാത്രമല്ല ഓട്ടോമാറ്റിക്കലി വേണ്ടപ്പെട്ടവരാകും. കാരണം നമ്മളൊരു കസ്റ്റമർ അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്ന ആൾക്കാർ ആ ഒരു ബന്ധം വർഷങ്ങളായിട്ട് നിലനിൽക്കുക. ഇതൊക്കെ ഇപ്പോഴും, അതായത് വർഷങ്ങൾക്ക് മുന്നേ വെച്ചിട്ട് ഇപ്പോഴും അവരുമായിട്ടുള്ള ആ ബന്ധം നമുക്ക് നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ധൈര്യപൂർവ്വം ഇന്നടത്തൊക്കെ ഞങ്ങൾ വെച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ആണ്. നമ്മളുടെ സർവീസിൽ നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ എണ്ണിയോ തീരാത്തത്രയും വീടുകൾ, കൊച്ചു സ്ഥാപനങ്ങൾ, കൊച്ചു കടകൾ 2000-ൽ പരം വീടുകളിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വലിയ സ്ഥാപനങ്ങളുടെ പേര് പറയുമ്പോൾ ചിലരൊക്കെ ഓർക്കും അവിടെ മാത്രമേ ചെയ്യുള്ളൂ എന്നൊക്കെ ഓർക്കും. അതായത് ഒത്തിരി ബൾക്കായിട്ടുള്ള ഇതേ ചെയ്യുള്ളൂ എന്ന്. അങ്ങനെയില്ല. ഒറ്റ ക്യാമറ വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും നമ്മൾ ഒറ്റ ക്യാമറ വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ്. ഫസ്റ്റ് ഇൻസ്റ്റലേഷൻ അഞ്ജലി ഗ്രൂപ്പിൻ്റെ ഒരു അല്ലേ, പൊടിമറ്റം അഞ്ജലി സ്പെയർ പാർട്സ്, അവിടെയാണ് ഫസ്റ്റ്. അതൊന്നും ഒരിക്കലും ഞങ്ങൾ മറക്കത്തില്ല, നാൾവഴികളൊന്നും മറക്കുന്നവരല്ല. അപ്പോൾ അഞ്ജലി സ്പെയർ പാർട്സ് എന്ന് പറയുന്ന പൊടിമറ്റം അപ്പച്ചൻ ചേട്ടൻ്റെ മോൻ അല്ലേ, അവരുടെ വീട്ടിലാണ്, അവരുടെ സ്പെയർ പാർട്സ് ഷോപ്പിലാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഫസ്റ്റ് ക്യാമറ. ഒരു ക്യാമറ എങ്ങാണ്ട് വെച്ച് തുടങ്ങിയതാണ്. അവിടെ നിന്ന് ഇപ്പം എണ്ണിയാൽ ഒടുങ്ങാത്ത എത്രയും സ്ഥാപനങ്ങളുണ്ട്, വീടുകളുണ്ട്. അതുപോലെ 100-500 ക്യാമറ വെക്കാം. ഈ അടുത്ത ദിവസം ഒരു പ്രോജക്റ്റ് ഒപ്പിട്ടിരിക്കുന്നു, 200 പരം ക്യാമറകൾ വെക്കാനുള്ള. അങ്ങനെ അതുപോലെ പിന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെല്ലാം വെക്കുന്നുണ്ട് കേട്ടോ. പൊങ്ങിച്ചടിക്കല്ലേ എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ കോൺഫിഡൻസ് ആണ് അതിനകത്ത് പറയുന്നത്. നമ്മളെ വിശ്വസിക്കാൻ, നമ്മുടെ ക്രെഡിബിലിറ്റിയാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സാധനങ്ങൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ അത് പെട്ടെന്ന് കേടാകാൻ ചാൻസ് ഉണ്ട്. ഈ CCTV ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് വർക്ക് അറിയാവുന്ന ആർക്കും ചെയ്യാം. പക്ഷേ ഇതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്ന സംഭവമാണ്. സർവീസ് കിട്ടണം. അത് എപ്പോഴെങ്കിലും ഒക്കെ ഇടിയോ അങ്ങനത്തെ വലിയ മഴയൊക്കെ വരുമ്പം കേട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോഴെല്ലാം നമുക്ക് സർവീസ് കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ മുടക്കിയ പൈസ മൊത്തത്തോടെ പോവുക. ആ സർവീസിലാണ് കാര്യം. അതായത് പെട്ടെന്ന് ഒരാളെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും CCTV വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ അനുബന്ധ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് വെപ്പിക്കുകയും ചെയ്യാം. പക്ഷെ അതിനൊരു കംപ്ലൈൻറ്റ് വന്നാൽ അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചില്ലെങ്കിൽ നിങ്ങളെ വെച്ച് അത്രയും പൈസ നമുക്ക് നഷ്ടമാവും. അതാണ് ഇന്നത്തെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ഥാപനങ്ങളിൽ വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പോടുകൂടി പറഞ്ഞത്. രണ്ടാമത് നമ്മളിപ്പോൾ വേറൊരു ഈ പ്രാവശ്യം നമ്മുടെ ഷോപ്പിൽ ആഡ് ചെയ്തിരിക്കുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇപ്പം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ അല്ലെങ്കിൽ സ്ഥലം കുറവുള്ളവർക്കൊക്കെ വലിയൊരു പ്രശ്നമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്.
അതുപോലെ എന്നാ ശേഷം സാനിറ്ററി നാപ്കിൻസ്, കുട്ടികളുടെ ഡയപ്പേഴ്സ്, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളെല്ലാം ബേൺ ചെയ്യുന്ന കളയുന്നു. വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒറ്റ പ്രാവശ്യം നമ്മളത് അതിന് വേണ്ടി ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് വാറണ്ടിയും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് പിന്നെ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉദിക്കുന്നേ ഇല്ല. എവിടെ കളയും, പരിസരം മോശമാകുന്നില്ല, പരിസരം വൃത്തികേടാകുന്നില്ല. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ചെയ്യും. CCTV എവിടെ വേണമെങ്കിലും ചെയ്യാനുള്ള ഉദ്ദേശമില്ല. കാരണം നമുക്ക് അതുപോലെ കസ്റ്റമേഴ്സ് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, പിന്നെ ഡിസ്ട്രിക്റ്റ് കൊല്ലം, എറണാകുളമൊക്കെ നമ്മളുടെ മെയിൻ കേന്ദ്രം. എറണാകുളത്തൊക്കെ ഒത്തിരി സ്കൂളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കളമശ്ശേരി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സെൻറ് ആൻഡ് സ്കൂൾ, അങ്ങനെ ഒത്തിരി സ്കൂളുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് സർവീസ്, ചെയ്തവർക്കുള്ള സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വൈഡായിട്ട് ലോകം മുഴുവനും ബിസിനസ് പിടിച്ചിട്ട് ബിസിനസ് ഇഷ്ടംപോലെ ദൈവം തമ്പുരാന്റെ കൃപ കൊണ്ട് കിട്ടുന്നുണ്ട്. പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീമിന് അത് എത്തിപ്പെടാൻ പറ്റണം. അതുകൊണ്ട് നമ്മൾ ഒരു 100 കിലോമീറ്റർ ചുറ്റളവിലെ CCTV ചെയ്യുന്നുള്ളൂ. അതേസമയം വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ ഫുള്ള് ചെയ്യുന്നുണ്ട്. അടുത്ത ഒരെണ്ണവും സോളാർ സിസ്റ്റം. നമുക്കറിയാമല്ലോ, സോളാർ സിസ്റ്റം ഇപ്പം കറണ്ട് ചാർജൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അതുപോലെ ഇലക്ട്രിക് കാറുകളുടെ ഒക്കെ ഒരു സമയമാണ്. ഇലക്ട്രിക് കാറുകളൊക്കെ ഇനിയിപ്പോൾ എന്താ പറയുക, നിരത്തുകൾ കീഴടക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഡീസലിനും പെട്രോളിനും ഒക്കെ ഒത്തിരി വില കൂടുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു സോളാർ സിസ്റ്റം, അതും വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്നാ പറയുക, 1 രൂപ മുടക്കില്ലാതെ എവിടെ വേണമെങ്കിലും ട്രിപ്പ് പോകാം. ഒന്ന് ഓർത്ത് നോക്കിയാൽ 1 രൂപ മുടക്കാതെ ബാംഗ്ലൂർക്കും കർണാടകത്തിലും ചെന്നൈയിലും എവിടെ വേണമെങ്കിലും ടൂറൊക്കെ പോയിട്ട് വരുന്ന ആ ഒരു സംഭവം ഒന്ന് ഓർത്ത് വയ്ക്കുക അല്ലേ, എന്ത് രസമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാനിത് ചെറുതായിട്ട് അവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, എനിക്ക് പറയാൻ കിട്ടത്തില്ല കേട്ടോ. ഓട്ടോമേഷൻ, വേറൊരു കാര്യം കേൾക്കണം. ഓട്ടോമേഷൻ എന്ന് പറയുമ്പോഴേ എൻ്റെ കാര്യം കേൾക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യമാണ്. US ഇരിക്കുന്ന ഒരാൾ അയാളുടെ വീട്ടിലെ മോട്ടർ ഓണാക്കുന്നു. അവിടെ ഇരുന്ന് ഓട്ടോമേഷൻ വഴി ചെയ്യുന്ന അയാളുടെ മൊബൈലും ആപ്ലിക്കേഷൻ വഴി മോട്ടർ ഓണാക്കുന്നു. അതായത് വീട്ടിലെ ചെടികൾ നനയ്ക്കുന്നു. ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പ്രായമായ പേരൻസ്, കുട്ടികൾ വീട്ടിൽ തന്നെയുള്ളവർ, ലേറ്റ് ആയിട്ട് വരുന്ന പേരൻസ്, വിദേശത്ത് മക്കളുള്ളവർ, അവർക്കെല്ലാം ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം ഒത്തിരി സഹായമാണ്. അതുകൊണ്ട് ഉറച്ച സർവീസ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. നമ്മുടെ ഷോപ്പ് കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ ജംഗ്ഷനിൽ തന്നെയാണ്. കുരിശിങ്കൽ എന്ന് പറഞ്ഞാൽ ഇസബല്ല ഇരിക്കുന്നത് കുരിശിങ്കലാണ്. ഇസബല്ലയ്ക്ക് തൊട്ട് നേരെയല്ല, ഇസബല്ലയുടെ അടുത്ത് തന്നെയാണ്. വിളിച്ചാൽ നോക്കാൻ കാണാവുന്ന ദൂരത്തിലാണ് ഈ ഇതിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് വോക്കിംഗ് ചെയ്ത് അവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും പറ്റും. CCTV ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന മറ്റാൾക്കാർക്ക് സാധനങ്ങൾ നമ്മൾ CCTV ക്യാമറ, അതിൻ്റെ അനുബന്ധ സാധനങ്ങളുടെ സെയിൽസും ഉണ്ട്, സർവീസും ഉണ്ട്, ഇൻസ്റ്റാളേഷനും ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ സംസാരിച്ച് വേണമെങ്കിൽ ഡീൽ ഉറപ്പിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ വിളിച്ച് വേണമെങ്കിൽ സംസാരിക്കാം. ഈ കാണുന്ന താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ. അപ്പം കടയൊക്കെ ചെറുതായിട്ടൊന്ന് കാണിക്കാം. എനിക്ക് വലിയധികം പറയാനൊന്നും അറിയത്തില്ല, എന്നാലും അറിയാവുന്ന രീതിക്ക് പറഞ്ഞ് ഒപ്പിച്ചു. താങ്ക് യു. ഞാൻ ജസ്റ്റ് ഷോപ്പ് ഒന്ന് കാണിക്കാം. ഇതാണ് കുരിശിങ്കൽ ജംഗ്ഷൻ. കുരിശിങ്കൽ മാതാവിൻ്റെ കുരിശടിയുണ്ട്, നമ്മുടെ കത്തീഡ്രൽ പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ്. ഇതാണ് അതിൻ്റെ തൊട്ടടുത്ത് ഗ്ലോബൽ CCTV ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ സ്ഥാപനം ഇവിടെയാണ്. ഇതിൻ്റെ കുറച്ചും കൂടെ, അതായത് ഒരു 3 ഷട്ടറുകൾക്ക് അപ്പുറത്താണ് ഇസബല്ല. ഇതാണ് നമ്മുടെ ഷോപ്പിന് ഉൾവശം. ഇതിനകത്ത് ഇത് CCTVയുടെ സെയിൽസ് ആൻഡ് സർവീസസും ഉണ്ട്. സെയിൽസാണ് ഉള്ളത്. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് സാധനങ്ങൾ വാങ്ങി. ഇത് എന്നൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. CCTV ഉണ്ട്, പടം കണ്ട CCTV ആണെന്നറിയാം. അങ്ങനെ ഓരോരോ സാധനങ്ങൾ. അപ്പം ഇത് ഒരു പുതിയ സ്ഥാപനം എന്ന് ഞാൻ പറയുന്നില്ല. 18 വർഷമായിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിലനിൽക്കുന്ന സ്ഥാപനമാണ്. വേറെ കുറച്ച് അപ്പുറത്തായിരുന്നു ഇതിൻ്റെ ഷോപ്പ്. ഇപ്പോൾ ഇങ്ങോട്ട് സെയിൽസും കൂടെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പുറത്തേക്ക് മാറിയിരിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ അനുഗ്രഹവും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രാർത്ഥനകൾ ഉണ്ടാവണം. എന്ത് പറഞ്ഞാലും നമ്മൾ എന്നാ പറയുക, ഏതൊരു പ്രസ്ഥാനം ഇപ്പം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, ഒരു സ്ഥാപനമാണ്. ഇത് DVR എന്ന് പറയുന്ന സാധനമാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. DVR കേട്ടോ. പിന്നെ